ഹലോ ഫ്രണ്ട്സ്, ഇത് മുമ്പം ലിവർ ഉണ്ടല്ലോ, ലിവർ കറി വയ്ക്കുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ കരളിൻ്റെ മാങ്ങയുടെ പോർഷൻ ഉണ്ടല്ലോ, മാങ്ങയുടെ പോർഷൻ എടുത്തിട്ട് ഒരു കുക്കറിലെടുത്തിട്ട് അതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. 2 വിസിൽ വേണം നമുക്ക് കേൾക്കാനായിട്ട്. കരൾ നമ്മൾ സെപ്പറേറ്റ് വേണം വേവിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ കരളിന് വേവ് കുറവും മാങ്ങയ്ക്ക് വേവ് കൂടുതലുമാണ്. അതുപോലെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പം നമുക്കിതിൽ ഫിസിലടുപ്പിക്കാനായിട്ട് വെക്കാം. അത് അവിടെ ഫിസിലടിക്കുന്ന നേരം കൊണ്ടിട്ട് ഞാനാണെങ്കിൽ ഇവിടെ കരൾ വേവിച്ചിട്ടുണ്ട്. കരൾ സെപ്പറേറ്റാണ് വേവിച്ചെടുത്തത്. ഞാൻ പറയില്ലേ, കരളിന് വേവ് കുറവായതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് വേവിച്ചത് കേട്ടോ. അപ്പം ഈ വെള്ളം നമുക്ക് കളയരുത്, വെള്ളം ആവശ്യമുണ്ട്. കണ്ടില്ലേ, ഇവിടെ അപ്പോഴത്തേക്ക് മാങ്ങയും സെറ്റായിട്ട് കിടപ്പുണ്ട്, മാങ്ങയും വെന്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. മാങ്ങയുടെ വെള്ളം കരളിൻ്റെ വെള്ളം ഉപയോഗിച്ചാണ് നമ്മളിത് വേവിക്കുന്നത്. ഞാൻ ഇപ്പം കരളും മാങ്ങയും കൂടെ ഒരുമിച്ച് ഒരു കറിച്ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിച്ചട്ടി ചൂടായതിന് ശേഷമാണ്, നല്ലൊരു ചൂടായതിന് ശേഷമാണ് ഇടാനായിട്ട്. ഇനി ഇതിലോട്ട് പൊടി ഐറ്റംസായ മുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരി കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചിരുന്നാൽ ഉപ്പ് വേണം, നമുക്ക് പാകത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് വേണ്ട എന്താണെന്ന് വെച്ചിരുന്നാൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ മസാല ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇട്ടെടുക്കുന്നത് ചിക്കൻ മസാലയാണ്. നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ, ബാക്കി പിന്നെ ചേർക്കാം. പിന്നെ ഇതിൽ കുരുമുളക് പൊടിയും കൂടെ വേണം. നമുക്കാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര മതി. ഈ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ നല്ലവൃത്തി യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം വേകാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സാധനം കൂടെ ഇടാണ്ട്, അതെന്താ നമുക്ക് ഇപ്പോൾ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം, വേറെ ഒന്നുമല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാൻ ആദ്യമേ ഇടാത്തതെന്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് മൂത്ത് പോകും. അപ്പോൾ നമ്മളിത് കുറച്ച് വെന്തതിന് ശേഷം മാത്രമേ ഇത് ഇടാളൂ. അപ്പോൾ നല്ലൊരു മണവും എല്ലാം കൂടെ കിട്ടും. അപ്പോൾ നമുക്കിതൊന്നും കൂടെ അടച്ച് വേവിക്കാം. ഞാൻ ഇടയ്ക്ക് വെച്ച് മല്ലിയിലിട്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയായിരുന്നേ. ഇപ്പം ഞാനാണെങ്കിൽ 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് എരിയും കൂടെ വേണം. കളറും കുറവാണ്, അതുപോലെ എരിയും കുറവാണ് കണ്ടിട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് കളറും കിട്ടും, എരിവും കിട്ടും. അപ്പം ഞാൻ മുളക് പൊടി ചേർക്കണുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് ഇതെല്ലാം കൂടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇനി കടുവത്തൊക്കെ ഒഴിച്ചതിന് ശേഷം കാണാമേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ. ഞാൻ ഒരു ബിരിയാണിയും കൂടെ ഉണ്ടാക്കിയായിരുന്നല്ലോ, ബിരിയാണി, സലാഡ്, പപ്പടം, മുട്ട. അപ്പോൾ ഇത്രയുണ്ട്. അപ്പം വേറൊരു വീഡിയോയുടെ കാണാമേ. ടാറ്റാ.